ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 16 മുതൽ 18 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 17ാം ഗൃഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. ഗൃഹസന്ദർശന വേളയിൽ 16 മുതൽ 18 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടുപഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 18 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സ്വന്തമായി നിൽക്കാനും സഹായമില്ലാതെ പല ചുവടുകൾ നടക്കാനും സാധിക്കുന്നു. കൈവീശുക, കൈയടിക്കുക തുടങ്ങിയ പരിചിതമായ ആംഗ്യങ്ങൾ കാണിക്കുന്നു. ചെറിയ കല്ലുകളോ മറ്റു വസ്തുക്കളോ പാത്രത്തിലോ പെട്ടിയിലോ എടുത്തിടുന്നു. സാധാരണയായി കാണുന്ന വസ്തുക്കളെയും അവയുടെ പുസ്തകങ്ങളിലെ ചിത്രങ്ങളെയും തിരിച്ചറിയാനും പേര് പറയാനും ശ്രമിക്കുന്നു. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നതനുസരിച്ച് 16ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ. ആ കണ്ണാടിയിൽ കാണുന്നത് ആരാണ്? നിർദ്ദേശങ്ങൾ പാലിക്കുന്നത്. കുഷൻ പർവ്വതത്തിൽ കയറുന്നു. നമുക്ക് വൃത്തിയാക്കാം. 17ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ. അവ ഒന്നുതന്നെയാണോ? അത് വലിച്ചുകൊണ്ട് നടക്കുക, നിത്യോപയോഗ വസ്തുക്കൾ ഉപയോഗിച്ച് അഭിനയിക്കുന്നത്, ഉറക്കസമയ കഥ. 18ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ: നിഴൽക്കളി, ആഹ്ലാദം, ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്, കുത്തിക്കുറിക്കലുകൾ കൊണ്ടുള്ള രസം, സന്തോഷകരമായ ഗാനവേള. കുഞ്ഞിനെ കണ്ണാടിയിൽ കാണിച്ച് കണ്ണാടിയിൽ ആരാണെന്ന് ചോദിക്കുന്ന ലളിതമായ കളിയിലൂടെ ഈ അമ്മ തന്റെ കുഞ്ഞിന്റെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവിനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ വാവേ. കണ്ടോ? വാവേ, കണ്ണാടിയിലേക്ക് നോക്കിക്കേ. ആരാ അത്? വാവയാണോ? വാവയെ കാണാമോ? ഇത്തരം ലളിതമായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് കരുത്തുറ്റ പിന്തുണ നൽകാൻ കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് സാധിക്കും.